കുറച്ച് നാളുകൾക്ക് ശേഷം എല്ലാവരെയും ഒരുമിച്ച് കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങളെല്ലാം ആഗ്രഹിച്ച പോലെ നാളെ ഞങ്ങളുടെ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. അതിലുപരിയുള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ തമ്പി എന്ന പുതിയ ഡയറക്ടർ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഒരുപാട് തയ്യാറെടുപ്പോടെ നാളെ സിനിമ തുടങ്ങുകയാണ്. എല്ലാം നന്നായി ചിത്രീകരിക്കാനും നന്നായി ഭവിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാം സ്നേഹവും സന്തോഷം പ്രോത്സാഹനം ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. നന്ദി. താങ്ക് യു ചേട്ടാ, താങ്ക് യു. നമ്മളുടെ ആശംസകൾ നേരുന്നതിന് വേണ്ടി നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരം, മലയാളത്തിന്റെ മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെ പ്രിയപ്പെട്ട താരം അജ്മലിനെ ഞാൻ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എൻ്റെ സംസാരത്തിൻ്റെ ഫാമിലിയാണ്, ക്രിസ്ത്യൻ ഒരു ബ്രദറാണ് തീർച്ചയായിട്ടും. ഞാൻ ഈ സിനിമയിലില്ല, പക്ഷേ മലയാളം കുറേ നാളുകൾ ചെയ്തിട്ടില്ല. തമിഴും തെലുങ്കൊക്കെ ബാക്ക് ടു ബാക്ക് ചെയ്ത് മടുത്ത് ഇനി കുറച്ച് നാൾ മലയാള സിനിമയിൽ ബാക്ക് ടു ബാക്ക് പരിപാടികൾ പിടിക്കേണ്ട പരിപാടി. സോ ഈ ടീമിലെ എല്ലാവർക്കും, ഗണപതി, വിനയ് ഫോട്ടോ, ഇതിലെല്ലാം പുതിയ ഡയറക്ടർ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. താങ്ക് യു സർ. ആശംസകൾ നേരുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട വിനയ് ഫോർട്ടിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വിനയ് ഫോർട്ട് ഈ ചിത്രത്തിന്റെ ഭാഗം കൂടിയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലിസ്റ്റിന് മുതലാളി എന്ന് വിളിക്കുന്ന കാര്യം, ഞാൻ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ള ലിസ്റ്റിൻ്റെ, എനിക്ക് തോന്നുന്നു ഞാൻ ലിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന 6ാമത്തെ സിനിമയായിരിക്കും ഈ സിനിമ. താങ്ക് യു ലിസ്റ്റിൻ. അതുപോലെ തന്നെ ഭയങ്കര ഹോപ്പ്ഫുള്ളാണ്. പലപ്പോഴും എല്ലാ സിനിമകൾക്കും നമുക്ക് ഇങ്ങനത്തെ ഒരു എനർജി കിട്ടണമെന്നില്ല. കാര്യം അമൽ വന്ന് ഈ കഥ പറഞ്ഞത് മുതൽ ഇപ്പോൾ ഞാൻ ഒരുപാട് ഭയങ്കര മേജർ റോളൊന്നും ആണോ എന്ന് എനിക്കറിഞ്ഞൂട, പക്ഷെ ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് അമൽ എനിക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര ഹോപ്പ്ഫുള്ളാണ്. അതിനോട് ജസ്റ്റിസ് കാണിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഈ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു. താങ്ക് യു വിനയ് ഫോർട്ട്. നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി മലയാളത്തിന്റെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ എബ്രഹാം മദ്യ സാറിനെ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഈ മഹനീയമായ ഈ ചടങ്ങിൽ പങ്കാളിയാകുവാൻ എനിക്കും സാധിച്ചതിൽ സന്തോഷമുണ്ട്. ലിസൺ സ്റ്റീഫൻ ബിജുമാനയുടെ ഈ പുതിയ സംരംഭത്തിന് ഗരുഡൻ എങ്ങനെ സൂപ്പർ ഹിറ്റായി വിജയമായോ അതിലുമൊരു വലിയ ഉപരിയായി സൂപ്പർ ഹിറ്റായി തന്നെ ഈ ചിത്രം തീരട്ടെ. എല്ലാവിധമായ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ആശംസകൾ നേരുന്നതിനുവേണ്ടി മലയാളത്തിന്റെ പ്രിയപ്പെട്ട മറ്റൊരു പ്രൊഡ്യൂസർ ആൽവിൻ ആന്റണിയെ കൂടി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാൻ കൽപ്പറ്റയിൽ പോയിരുന്നു. അപ്പം ഒരാളെന്നെ വിളിച്ചു ചോദിച്ചു, ഈ ലിസ്റ്റിൻ്റെ കൂടെ എപ്പോഴും കൂടുതലുള്ള ബോവനും മുകളിൽ പട്ടിയെ പോലെ ഫുൾ ടൈം ലിസ്റ്റിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. ശരിയാണല്ലേ? പട്ടിയാണോ? അപ്പം എനിക്ക് ഈ സിനിമയിൽ ഒരുപാട് എൻ്റെ പ്രാർത്ഥന ഒരുപാടുള്ളൊരു സിനിമയാണിത്. അതുപോലെ തന്നെ ലിസ്റ്റിൻ്റെ എല്ലാ സിനിമകളും വൻ വിജയമായ മാത്രമേ എനിക്ക് പിടിച്ചേക്കാൻ പറ്റുള്ളൂ. എല്ലാവരും പ്രാർത്ഥിക്കണം. താങ്ക് യു. നാസർ ലത്തീഫ് സാറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഒരു നല്ല വേദി, ഒരു വലിയ വേദി. എന്തൊക്കെയാണെങ്കിലും ഇതിൻ്റെ പ്രൊഡ്യൂസർ ലിസൺ സ്റ്റീഫൻ ഈസ് ഗോട്ട് ദ ഗട്ട്സ്. 37 സിനിമ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞ ചില്ലറ കാര്യമൊന്നുമല്ല. ഞാൻ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ 37 സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ഈ ചെറുപ്പക്കാരന് ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. ഇനി അങ്ങോട്ടേക്ക് 100 സിനിമ തികട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇവിടെ വിനയ പറഞ്ഞ പോലെ തന്നെ മുതലാളി ശരിയാണ്. നമ്മളൊക്കെ, ഞാനൊക്കെ വന്ന കാലഘട്ടം 75-ലൊക്കെ പ്രൊഡ്യൂസറിൻ്റെ മുതലാളി എന്ന് എന്നെ വിളിക്കായിരുന്നു. ഇപ്പോഴല്ലേ അതൊക്കെ മാറിയത്. ഇനിവേ ഒരു വലിയ മുതലാളിയാണ് അദ്ദേഹം. എല്ലാവിധ ആശംസകളും നേർന്നു. ഓൾ ദി ബെസ്റ്റ് ടു ഓൾ ദ ടെക്നിക്കൽ ടീം ആസ് വെൽ ആസ് ഓൾ ദ ആക്ടേഴ്സ്, എവറിബഡി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. ആശംസകൾ നേരുന്നതിന് ഞാൻ കണ്ണൻ താമരക്കുളത്തെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംവിധായകൻ കണ്ണൻ താമരത്തിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. എല്ലാ പ്രാർത്ഥനകളും നല്ല കണ്ടന്റുകൾ നോക്കി പ്രൊഡക്ഷൻ ചെയ്യുന്ന ആളാണ് ലക്ഷ്മി ചേട്ടൻ. അപ്പോൾ ഇതും ഒരു ഗംഭീര സാധനമായിരിക്കും. നന്നാവട്ടെ. പ്രാർത്ഥനകൾ. താങ്ക് യു. താങ്ക് യു സർ. ആശംസകൾ നേരുന്നതിന് വേണ്ടി നമ്മുടെ ഈ ചിത്രത്തിന്റെ തന്നെ ഒരു ഭാഗം കൂടിയാണ് നമ്മുടെ പൗളി ചേച്ചി എന്ന് സ്വാഗതം ചെയ്യുന്നു. പൗളി വിൽസൺ, ഒരു കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് ചേച്ചി ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. നീണ്ട കാത്തിരിപ്പോടുകൂടിയാണ് സിനിമ ചെയ്യാൻ വന്നിരിക്കുന്നത്. നാളെ തുടങ്ങണതിൽ വളരെ സന്തോഷം. ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുന്ന തമ്പി തന്നെ വിളിക്കാം അല്ലേ?
അങ്ങനെ ഒരു സംവിധായകൻ നമുക്കുണ്ടായതിൽ വളരെ സന്തോഷം. ഒരുപാട് നാളായി ഈ കഥയും കേട്ടുകൊണ്ട് കാത്തിരിക്കണത്. ബിജുവിൻ്റെ കൂടെ 2 സിനിമ ചെയ്തിട്ടുണ്ട്, ഒരു സിനിമയും കൂടി ചെയ്യാൻ ഒരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷം. പിന്നെ എല്ലാവരും എനിക്കറിയപ്പെട്ട ആളുകളാണ് എല്ലാവരും. അതുകൊണ്ട് എല്ലാവരുടെയും സ്നേഹവും സന്തോഷവും പ്രാർത്ഥനയും ഇതിലുണ്ടാവണമെന്ന് പറയുകയാണ്. ചേച്ചി ആശംസകൾ നേരുന്നതിന് വേണ്ടി ആഷിഖ് അതിലിനെ ഞാൻ ഇതിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അമലിൻ്റെ സിനിമയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ആദ്യം നന്ദി. ഈ സിനിമയ്ക്ക് എല്ലാ ആശംസകളും. താങ്ക് യു സാർ. 2 വാക്കിൽ ആശംസിക്കളഞ്ഞു, കുഴപ്പമില്ല. ആശംസ നേരുന്നതിന് ഞാൻ ഗണപതിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗണപതി കയ്യടി കൊടുക്കുക. എന്താണ് സഹിക്കുന്നത്? മാജിക് ഫ്രെയിംസിൻ്റെ 35ാമത്തെ പ്രൊഡക്ഷൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. എൻ്റെ ബീച്ചറിൻ്റെ കൂടെ കുറേ കാലത്തിന് ശേഷമാണ് ഒരു സിനിമ ചെയ്യാൻ സാധിക്കുന്നത്. സന്തോഷം. പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആയിട്ടുള്ള ഒരാളായ ജോസഫ് വിജീഷ് ഒരുപാട് കാലമായിട്ട് എനിക്ക് അറിയുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കഥ ഒരു സിനിമയാവണമെന്നുള്ളത് വളരെ കാലത്ത് ആഗ്രഹമായിരുന്നു. പിന്നെ തമ്പി, 1 കൊല്ലത്തിൽ അടുത്തായി നമ്മൾ ഈ സിനിമ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം നാളെ ഈ സിനിമ തുടങ്ങുന്നതിൽ വളരെയധികം സന്തോഷം. ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു. ദിനേശ് ചേട്ടനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ദിനേശ് ചേട്ടൻ ആശംസകൾ നേരുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട താരം ദിനേശ്. എല്ലാവർക്കും നമസ്കാരം. ലിസ്റ്റിൻ ബ്രദറിൻ്റെ 35ാമത്തെ സിനിമയ്ക്കും ഇനി വരാനിരിക്കുന്ന സിനിമയ്ക്കും എല്ലാ ആശംസകളും നേരുന്നു. നന്ദി. താങ്ക് യു. നമ്മുടെ സ്വന്തം സാജു ചേട്ടൻ, കവിതാ തിയേറ്ററിൻ്റെ എല്ലാമായ സാജു ചേട്ടൻ ഞാൻ ആശംസകൾ നേരുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ലിസ്റ്റിൻ്റെ 35ാമത്തെ സിനിമ വലിയൊരു ഹിറ്റാവട്ടെ. താങ്ക് യു. നമ്മുടെ നിരവധി ചിത്രങ്ങളിൽ നമുക്ക് അറിയാം, സിനിമ കാണുമ്പോൾ നമുക്കറിയാം പേരുകൾ ഇങ്ങനെ എഴുതി കാണിക്കും. വസ്ത്രാലങ്കാരം, സ്റ്റെഫി എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് മനോഹരമായൊരു സിനിമ സമ്മാനിച്ചൊരു സംവിധായകൻ കൂടിയാണ് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിറഞ്ഞ കൈയ്യടി എടുത്തുകൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇവിടെ ഒരു ഫോർമൽ വിഷസിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം മാജിക് ഫ്രെയിംസ് എനിക്ക് ഫാമിലി പോലെയാണ്. പിന്നെ തമ്പി നാളെ എത്ര സിനിമ ചെയ്താലും ആദ്യത്തെ സിനിമയുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇനി എത്ര 100 പടം ചെയ്താലും കിട്ടൂല. സോ എൻജോയ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാഡം. ഇനി എൻ്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം പ്രേമലു എന്ന ചിത്രത്തിൽ വിളിക്കാം, കയ്യടി കൊടുക്കുക. എന്താണ്? ഓക്കെ, വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഷാ. ഇതിൽ നിന്നൊരു മോചനമില്ല. എനിക്ക് അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. കുറച്ച് പേരോട് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ലിസ്റ്റിൻ ചേട്ടൻ്റെ കഴിഞ്ഞ പടത്തിൽ ഞാനും ഉണ്ടായിരുന്നു, ആമിറിൻ്റെ പടം ലീഡിങ്. പിന്നെ വേറൊരു പടത്തിൽ എന്നെ വിളിച്ചപ്പോൾ ആ സമയത്ത് എനിക്ക് വേറൊരു കമ്മിറ്റ്മെൻ്റ് ഉള്ളത് കാരണം പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇടയ്ക്ക് കാണുമ്പോൾ പറയാറുണ്ട് എനിക്ക് ഡേറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ. എന്തായാലും എല്ലാവർക്കും ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ വിശ്വാസം നേരുന്നു. വിചാരിനെ ഞാൻ പണ്ട് പ്രൊമോഷൻ സമയത്ത് വിചാരിനെ കണ്ടിട്ടുണ്ട്. ഞാൻ പ്രൊമോഷൻ ടീമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ എന്തായാലും ഡയറക്ടർ തമ്പി ബ്രോയ്ക്കും എൻ്റെ ആശംസകൾ നേരുന്നു. ഫുൾ ടീമിനും എൻ്റെ ആശംസകൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആശംസകൾ നേരുന്നതിന് വേണ്ടി ഞാൻ അഖില ഭാർഗവനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ മാജിക് ഫ്രെയിംസിൻ്റെ ബാനറിലുള്ള ഈ പടത്തിൽ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത്രയും നല്ലൊരു പ്രൊഡക്ഷൻ, ഇത്രയും നല്ലൊരു ടീം, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന വേണം. താങ്ക് യു. ആശംസ നേരുന്നുണ്ട് പാർവതിയെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്റർവ്യൂ ഒക്കെ ഇപ്പോൾ ലിസ്റ്റിൻ ചേട്ടനെ ആയാലും ബി ചേട്ടനെ ആണെങ്കിലും വിനയ് ചേട്ടനൊക്കെ ഇന്റർവ്യൂ എടുക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒപ്പം ഒരു സിനിമ ചെയ്യാൻ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെന്റിലും സന്തോഷത്തിലാണ് ഞാൻ. തീർച്ചയായിട്ടും എനിക്കിത് വലിയൊരു ഭയങ്കര ഇവരെല്ലാവരെക്കാളും ഭയങ്കര സന്തോഷം എനിക്കാണ് കൂടുതൽ ഉണ്ടാവുക. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ലിസ്റ്റിൻ ചേട്ടാ. ആൻഡ് അമൽ ചേട്ടൻ്റെയും ആദ്യത്തെ സിനിമയാണ്. ആൻഡ് ഓൾ ദി ബെസ്റ്റ് അമൽ ചേട്ടാ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കാം ഞങ്ങൾക്ക് വേണ്ടി. താങ്ക് യു. ഇനി നമ്മുടെ മർമ്മപ്രധാനമായ നിമിഷങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ പോകുകയാണ്. അതിന് മുൻപ് മലയാള സിനിമയ്ക്ക് മാജിക് ഫ്രെയിം സമ്മാനിക്കാൻ പോകുന്ന പുതിയ സംവിധായകൻ അമൽ ഷീല തമ്പി. ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത്, ഞങ്ങളൊക്കെ കോഴിക്കോടുകാരാണ്. കോഴിക്കോട് ജില്ലയിൽ മുക്കം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാനൊരു 98-ൽ കോഴിക്കോട് താമരശ്ശേരി നാട് വിട്ട് വന്നതാണ് എറണാകുളത്തേക്ക്. ഞങ്ങൾ കോഴിക്കോട് നിന്ന് മറ്റൊരു സംവിധായകൻ മലയാള സിനിമയ്ക്ക് വരുന്ന ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അമൽ ഷീല തമ്പി. എല്ലാവർക്കും നന്ദി.
ഒട്ടനവധിയേറെ പ്രയത്നം കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അത് വളരെ സത്യസന്ധമായിട്ട് പറയണം. ആ പുറകെ നിൽക്കുന്നതിൽ മുക്കാവേരും എൻ്റെ കൂട്ടുകാരാണ്. അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ അപ്പം വന്നിട്ടുണ്ട്, എന്നെ കോളേജിൽ എൻ്റെ HOD രേഷ്മ മാം വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ജീവിതത്തിൽ വളരെ ഇഷ്ടമുള്ള കണ്ടമാനം പേരോട് വന്നു ചേർന്നിട്ടുണ്ട്. വന്നു ചേർന്ന എല്ലാവരെയോടും നന്ദി. ആരെയും നിരുത്സാഹപ്പെടുത്തില്ല. എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് നല്ലൊരു ചിത്രം ഉണ്ടാക്കും. താങ്ക് യു. ഈ ചിത്രത്തിന്റെ ക്യാമറമാൻ DOP സജിത് പുരുഷനെ ഞാൻ വേദിയിലേക്ക് അതിർപൂർവ്വം സ്വാഗതം ചെയ്തൊരു കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും താങ്ക്സ്. പടത്തിൽ നല്ലൊരു വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യും. ഞാൻ ഫസ്റ്റ് ടൈമാണ് മാജിക് ഫ്രെയിംസിൻ്റെ പ്രോജക്റ്റുകൾ ചെയ്യാൻ വരുന്നത്. ഇനി അങ്ങോട്ടുള്ള പ്രോജക്റ്റുകളിലും ഞാൻ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ആശംസകൾ നേരുന്നതിന് വേണ്ടി ഞാൻ നമ്മുടെ മലയാള സിനിമയിൽ ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്ന മാജിക് ഫ്രെയിംസിന്റെ മറ്റൊരു ചിത്രമാണ് സുരാജേട്ടൻ ഹീറോ ആയിട്ടുള്ള ചിത്രം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഉടൻ റിലീസാണ്. ചിത്ര സംവിധായകൻ അമീർ പള്ളിക്കലിനെ ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നൊരു കൈയടി വരുത്തുകൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുകയാണ്. എൻ്റെ സിനിമ ED നമ്മുടെ മാജിക് ഫ്രെയിംസിൻ്റെ 31ാമത്തെ പ്രൊഡക്ഷനായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 5 മാസങ്ങൾക്കകം തന്നെ 6ഓളം സിനിമകൾ അനൗൺസ് ചെയ്തതും അല്ലാത്തതുമായി ഇപ്പോൾ 35ാമത്തെ പ്രൊഡക്ഷൻ്റെ പൂജയിലാണ് നമ്മളുള്ളത്. ബിജേട്ടൻ നമുക്ക് ഇതിനു മുമ്പ് നമ്മളെല്ലാവരെയും പല റോളുകൾ ചെയ്ത് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്, നമ്മളെല്ലാം അമ്പരിപ്പിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഈ സിനിമയും നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സിനിമയായി മാറുമെന്ന് ഉറപ്പുണ്ട്. അങ്ങനെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇത്രയും ക്യാമറയും ഇത്രയും ആൾക്കാരെയും കണ്ടതുകൊണ്ട് നമ്മുടെ സിനിമ ഒരു കുഞ്ഞു സിനിമ ED ഡിസംബർ 20-ാം തീയതി റിലീസാവുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും. ഈ ചിത്രത്തിന്റെ 35ാമത്തെ മാജിക് ഫ്രെയിംസിന്റെ ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് ജോസഫ് വിജീഷ് എന്ന അദ്ദേഹമാണ്. അതായത് ഞാൻ ആദരപൂർവ്വം ഇത് സ്വാഗതം ചെയ്യുന്നു. ജോസഫ് വിജീഷ് ആൻഡ് തമ്പി രണ്ടുപേരും ചേർന്നാണ്. ജോസഫ് വിജീഷിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം. കൈയടി കൊടുക്കാം. എന്തോ പറയണമെന്ന് അറിയില്ല. ആക്ച്വലി എക്സൈറ്റ്മെൻ്റ് ആണ് ഭയങ്കര. വന്നു ചേർന്ന എല്ലാവർക്കും നന്ദി. പിന്നെ എന്താ പറയുക, എല്ലാവരും കൂടെ ഉണ്ടാവണം. പടം റിലീസായി വിജയിപ്പിക്കണം എന്ന് വരെ ഇപ്പോൾ പറയുന്നു. എന്താ പറയണമെന്ന് അറിയില്ല ആക്ച്വലി. താങ്ക് യു. ശരിക്ക് ലിസ്റ്റിൻ ചേട്ടൻ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഒരാളെ കൂടി വിളിക്കണം. ആരെയാണ്? മലയാള സിനിമയിൽ നിരവധി ചിത്രങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ നോക്കുകയൊക്കെ ചെയ്ത ഡിക്സൺ ചേട്ടനെ സ്റ്റേജിലേക്ക് വിളിക്കണമെന്ന് പറഞ്ഞു. കാരണം ഡിക്സൺ ചേട്ടൻ ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഡിക്സൺ ചേട്ടൻ്റെ സംസാരം കേൾക്കാൻ വേണ്ടി ഒരുപാട്. ഞങ്ങളുടെ ഈ സിനിമയിൽ ഈ ക്രൂവിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആളാണ് ഡിക്സൺ. ആ ഡിക്സണാണ് ഇതിൻ്റെ നിർമ്മാണ നിർവഹണം നടത്തുന്നത്. അപ്പോൾ ഡിക്സൺ എന്തെങ്കിലും പറയാം? ശബ്ദം കേൾക്കണം. വിജയുടെ പറഞ്ഞ ശബ്ദം കേൾക്കണം. താങ്ക് യു. എല്ലാവർക്കും നന്ദി. വന്നതിനും എല്ലാവരും കാണാൻ പറ്റിയതിനും നന്ദി പറയുന്നു. താങ്ക് യു. മൈക്ക് എറിഞ്ഞിട്ട് പോകുന്നതാണ് വിചാരിച്ചു.